എത്ര മനോഹരമായ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് കാത്തിരിക്കുന്നത്. അതെ, അക്ബർ അനീഷിനെ ഒരു പില്ലോ എടുത്തെറിഞ്ഞ സീൻ ഉണ്ടായിരുന്നു. അത് ആ പണിപ്പുരയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. ശരിക്കും അക്ബറിന് അന്ന് നന്നായിട്ട് മനസ്സിലായിരുന്നു ആര്യന്റെ ഭാഗത്താണ് തെറ്റ്. എന്നിട്ടും അനീഷിനെ ചുമ്മാ പോയി ചൊറിഞ്ഞോണ്ട് നീയൊന്നും പറയണ്ടെന്ന് പറഞ്ഞൊരു പില്ലോ എടുത്ത് വലിച്ചെറിഞ്ഞായിരുന്നു. അങ്ങനെ പില്ലോ എടുത്ത് വലിച്ചെറിയുമ്പോൾ അവിടെ ഷാനവാസ് ഇടപെട്ട് അക്ബറിനെ മാറ്റി അനീഷിനെ കൊണ്ട് പോകുന്ന ഒരു സീൻ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച കാര്യമാണ്. കാരണം അനീഷ് പ്രതികരിക്കില്ല. എത്ര പില്ലോ എടുത്തെറിഞ്ഞാലും എന്ത് ചെയ്താലും ഒരു കൺട്രോൾഡ് മൈൻഡാണ് അനീഷിൻ്റെത്. അനീഷിന്റെ കൺട്രോളിൽ അയാളുടെ കയ്യിൽ നിൽക്കും അയാളുടെ ഒരു തലച്ചോറെന്ന് പറയുന്നത്. സോ ഇത് തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്, വീട്ടിലൊക്കെ ഇങ്ങനെയാണോ? അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെന്താ ഇവിടെ ഇങ്ങനെ കാണിച്ചത് എന്നങ്ങോട്ട് നല്ല തറപ്പിച്ചാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഷ മാത്രമല്ല, നിങ്ങളുടെ ശാരീരിക ഒരു രൂപം ഉണ്ടല്ലോ, അതായത് വേറൊന്നുമല്ല, അദ്ദേഹം എപ്പോഴും ഒരുമാതിരി ഗുണ്ടയെ പോലെ ഇടിക്കാനാണ് ചെല്ലുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെടുന്നത്, എത്ര ദേഷ്യത്തോടെ മോഹൻലാൽ സംസാരിച്ചാലും മോഹൻലാലിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധിയുണ്ട്. ഒരിക്കലും ഇടാന്നോ ഒന്നും വരത്തില്ല. താങ്കൾ എന്താണ്, അല്ലെങ്കിൽ ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് മാത്രമേ ആ ഒരു വായിൽ നിന്ന് വരുത്തോളൂ. ഇനി ഞാൻ പറയാൻ വന്നത് മോഹൻലാലിന്റെ കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പില്ലോ വെച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ് മാത്രം അല്ലല്ലോ നടന്നത്. ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞ ഒരാൾ കൂടിയുണ്ട്, അതാണ് ആര്യൻ. അപ്പോൾ ആര്യന്റെ ചെരുപ്പേറിനെ കുറിച്ച് എന്തായാലും ഇവിടെ ഒരു സംസാരം ഉണ്ടാകും. കാരണം തമാശയ്ക്ക് വെറുതെ ചെരുപ്പെടുത്ത് അങ്ങോട്ടിട്ടതല്ല, നല്ല ദേഷ്യത്തില് ചെരുപ്പെടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്തത്. അത് ആരുടെ ദേഹത്ത് കൊണ്ടില്ല എന്നുള്ളതൊക്കെ ലാലേട്ടൻ ഇന്ന് സംസാരിക്കും. പിന്നെ അതിനുശേഷം ഈ ഒരു അക്ബറിനെ പൊരിക്കുന്നതിന്റെ ഇടയിൽ സൂം ചെയ്ത് കാണിക്കുന്ന ഒരു മുഖം ഞാൻ നന്നായി ശ്രദ്ധിച്ചു. വേറെ ആരുടേതുമല്ല, ഒനീലിൻ്റെത്. ഒനീല് റെന ഫാത്തിമയെ പറഞ്ഞ വാക്കുകൾ, അബി കൂട്ടുപ്രതിയാണ്, പക്ഷെ ഒനീല് പറഞ്ഞ വാക്കുകൾ വളരെയധികം മ്ലേച്ഛമായിരുന്നു. കാരണം അത് ചീത്തയല്ല. ചീത്ത എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുവിധം കേട്ടിട്ടുള്ള വാക്കുകളൊക്കെയാണ്, ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ലഘൂകരിക്കാം. പക്ഷെ ഒനീൽ അവിടെ പറഞ്ഞ പല വാക്കുകളും നമ്മളെ കേൾപ്പിച്ച വാക്കുകളുണ്ട്, മ്യൂട്ട് ചെയ്ത വാക്കുകളുണ്ട്. ഈ മ്യൂട്ട് ചെയ്ത വാക്കുകളൊക്കെ അവർ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. നേരിട്ട് കേട്ടിട്ടുള്ള പലരും അവിടെ അങ്ങേയറ്റം അയ്യോ ഇതെന്തുവാ ഈ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവച്ചിട്ടുണ്ട്. നൂറ ആദില, എസ്പെഷ്യലി നൂറ പറയുന്നുണ്ട്, എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു, ഈ വാ വെച്ച് എങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ ദിവസം അക്ബറും ഒനീലും അബിയും എല്ലാവരും എങ്ങനെ പോയാലും ശരി ഒരാൾക്കെങ്കിലും നല്ലൊരു പണിഷ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും അക്ബറിനെ കൺഫഷൻ റൂമിലേക്ക് ചെല്ലാനായിട്ട് വിളിക്കുന്നുണ്ട് അവസാനം. എന്തിനായിരിക്കും അക്ബറിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നത്? എല്ലാവരും തമാശ രൂപേണ പറയുന്നുണ്ട് കമന്റിലൊക്കെ. അവിടെ കൺഫഷൻ റൂമിൽ ചെന്നിട്ട് ലാലേട്ടൻ എടാ മോനെ ഇങ്ങനെയൊക്കെ വിളിക്കാമോടാ, ഇങ്ങനെയൊക്കെ ചെയ്യാമോടാ എന്ന് ചോദിക്കുമോ എന്നൊക്കെയാണ് തമാശ രൂപേണ പറയുന്നതെങ്കിലും ഇന്നത്തെ ആ ഒരു പഞ്ച് കണ്ടിട്ട് അതിനൊന്നുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഏതായാലും ഇപ്പോൾ തുടങ്ങാനായിട്ട് ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. കാത്തിരിക്കാനൊരു മനസ്സില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു ആവേശം തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ഒരു വീഡിയോയും കൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ് മേ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.